എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ടല്ലേ. ഇന്ററിൻ്റെ ലോയുടെ ക്രാഷ് ക്ലാസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് തിരക്കിലായിരുന്നു. പല എപ്പിസോഡായിട്ട് ഹോൾ സിലബസ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് കവർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ കുട്ടികൾ ചോദിച്ച ഒരു ടോപ്പിക്, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചോദിച്ച ടോപ്പിക്കായിരുന്നു ബൈബാക്ക്. അത് ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ട് ഒത്തിരി കമൻസൊക്കെ വന്നു വാട്സപ്പിലൊക്കെ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ കിട്ടിയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്നത് OPC കുറിച്ചാണ്, 1% കമ്പനി. കുറേ ആൾക്കാർക്ക് അറിയാം, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് പലർക്കും ആർക്കും ഇവിടെ അപ്പോൾ ഒന്ന് കുറച്ച് വ്യക്തമാക്കാമെന്ന് ചോദിച്ചു. കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ബിലു സാർ സംസാരിക്കാൻ പോകുന്നത് 1% കമ്പനിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം പല ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടല്ലേ. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ എസ്പെഷ്യലി 2013 ആക്ട് വന്നതിന് ശേഷം OPC ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. ഇത് ബേസിക് കാറ്റഗറി. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ടൈപ്സ് നിങ്ങൾ കേട്ട് കാണല്ലേ. സ്മോൾ കമ്പനി, ഡോർമൻ കമ്പനി, പിന്നെ ഡിഫൻസ് കമ്പനി അല്ലേ, അങ്ങനെ പിന്നെ ഗവൺമെൻറ് കമ്പനി, നിധി കമ്പനി, ഫോറിൻ കമ്പനി, ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. പ്രൊഡ്യൂസർ കമ്പനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന OPC എന്ന് പറയുന്നത് വെളിയിൽ ഒത്തിരി ഹിറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കമ്പനീസ് ആക്ട് 2013 നമ്മളിത് കൊണ്ടുവന്നത്. എന്താണ് OPCയുടെ പ്രത്യേകത? സെക്ഷൻ 2 ക്ലോസ് 62 കമ്പനീസ് ആക്ട് 2013 പ്രകാരം OPC എന്ന് വെച്ചാൽ ഒരു മെമ്പർ മാത്രമുള്ളൊരു കമ്പനിയാണ് നമ്മളെന്ന് പറയുന്നത് OPC എന്ന് പറയുന്നത്. സാറിന് നിങ്ങൾക്കറിയാം സെക്ഷൻ 3 പ്രകാരം OPCക്ക് മിനിമം 1, പ്രൈവറ്റിന് തുടങ്ങാനായിട്ട് മിനിമം 2, അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം 7. ഇതാണല്ലോ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. പക്ഷേ OPCയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കമ്പനി ജനിക്കുമ്പോഴും കമ്പനി ജീവിക്കുമ്പോഴും കമ്പനി മരിക്കുമ്പോഴും എപ്പോഴും ഒരു മെമ്പർ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് OPCയുടെ പ്രത്യേകത. മാക്സിമം നമ്പർ കൂട്ടാനും പറ്റത്തില്ല. പ്രൈവറ്റിന് പോലെ 200 പബ്ലിക്കിന് പോലെ അൺലിമിറ്റഡ് കൺസെപ്റ്റ് ഇവിടെ ഇല്ല. കാരണം എപ്പോഴും മിനിമം ആൻഡ് മാക്സിമം ഷുഡ് ബി 1 മെമ്പർ. അതാണ് ഇതിനെ OPC 1% കമ്പനി എന്ന് വിളിക്കാൻ കാര്യം. കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനിയുടെ ഒരു കാറ്റഗറി ആയിട്ടാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കാണും, ബ്രാക്കറ്റിൽ കാണും OPC എന്ന് കാണും. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു സബ് കാറ്റഗറി ആയിട്ടാണ് ലെജിസ്ലേഷൻ പരമായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി? ഇനി ഡയറക്ടേഴ്സിനെ കുറിച്ച് എടുക്കാം. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് OPCക്ക് 1 മതി. സാധാരണ അറിയാലോ, പ്രൈവറ്റ് കമ്പനിക്ക് 2, പബ്ലിക് കമ്പനിക്ക് നമുക്ക് 3 ഡയറക്ടർമാരാണ് 149 പ്രകാരം. പക്ഷേ ഇവിടെ അത് വേണ്ട. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1 പോലെ തന്നെയാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടറും OPC സംബന്ധിച്ചുള്ള ഒരാൾ മതി. ഇതാണ് എൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ, ഒരാളാവുമ്പോൾ അല്ലേ, ഒറ്റയാൾ പട്ടാളമാകുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ കമ്പനിക്ക് എന്തായിരിക്കും അതിൻ്റെ ഫേറ്റ്. ആ ഫേറ്റ് റിസ്ക് എടുക്കാതിരിക്കാനായിട്ട് ലോയിൽ നോമിനി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ സാറിന് നോമിനി വയ്ക്കും അല്ലേ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ആർക്ക് പോകും, അല്ലെങ്കിൽ അതിൽ പൈസ ആർക്ക് പോകും, നോമിനിക്ക് പോകും. ഇതുപോലെ തന്നെയാണ് OPCയെ സംബന്ധിച്ചോളം ഒരു നോമിനിയെ വയ്ക്കണം മാൻഡേറ്ററി ആയിട്ട്. ദാറ്റ് മെമ്പർ പ്രൊമോട്ടർ ഷുഡ് മാൻഡേറ്ററിലി അപ്പോയിന്റ് എ നോമിനി, നെയിം ദ നോമിനി ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൻ്റെ ഫോംസും കാര്യങ്ങളും ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും ആരിലോട്ട് പോകും, നമ്മുടെ നോമിനിക്ക് പോകും. നോമിനിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നോമിനി നിൽക്കാനായിട്ട് അദ്ദേഹം കൺസെൻറ്റ് കൊടുത്തിരിക്കണം. ആ കൺസെൻറ്റും കൂടെ ചേർത്ത് വേണം നമ്മൾ ഇൻകോർപ്പറേഷൻ സമയത്ത് ഫോം ഫയൽ ചെയ്യാനായിട്ട്. മനസ്സിലായി? ഇതാണ് OPCയുടെ ബേസിക് കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഒരു OPC മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് ബിലു എന്ന് പറയുന്ന എനിക്ക് OPC ഒരെണ്ണേ തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു രണ്ടാമതൊരു കമ്പനി തുടങ്ങാൻ പറ്റത്തില്ല. നേരെ മറിച്ച് പ്രൈവറ്റ് ആണ്, എനിക്ക് 1, 2, 3 പ്രൈവറ്റ്, എത്രയൊക്കെ പ്രൈവറ്റ് കമ്പനി വേണേൽ ഉണ്ടാക്കാം അല്ലേ. ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് ഒരു OPC മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു OPCയുടെ നോമിനി ആയിട്ട് മാത്രമേ ഇരിക്കാനും പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഈ OPCയിലെ മെമ്പറും അതുപോലെ തന്നെ നോമിനിയും ഇന്ത്യൻ റെസിഡൻറ്റും ഇന്ത്യൻ സിറ്റിസണും ആയിരിക്കണമെന്ന് ബന്ധനമുണ്ട്. ഈ OPC ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, ചാരിറ്റബിൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനും പറ്റത്തില്ല. ഇനി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, സാർ തുടങ്ങിയ OPC ആയിട്ട് നല്ല കാര്യം, സന്തോഷം, അത് വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും അല്ലേ. പൊതുവേ നമ്മൾ വളരെ ചെറിയ കമ്പനിയാണ് നമ്മൾ OPCയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്, ബിസിനസ് ഒബ്ജക്റ്റീവ് അതാണ് അല്ലേ. ഒറ്റയാൾ പട്ടാളമായിട്ട് ഒരു ചെറിയൊരു സംരംഭം ചെയ്യുന്നതിനാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടങ്ങുന്നത് OPC ആയിട്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വളരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം സെക്ഷൻ 18 കൺവേർഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. പ്രൈവറ്റ് പബ്ലിക് ആക്കാം, പബ്ലിക് പ്രൈവറ്റ് ആക്കാം. അതുപോലെ തന്നെ OPC നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ 2 വർഷം കമ്പനി രജിസ്റ്റർ ചെയ്ത് 2 വർഷം ഗ്യാപ്പിന് ശേഷം മാത്രമേ നമുക്ക് പ്രൈവറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺലെസ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, കമ്പനിയുടെ ക്യാപിറ്റൽ 50 ലക്ഷത്തിന് മുകളിലോ കമ്പനിയുടെ ആവറേജ് ടേൺ ഓവർ 2 കോടിക്കോ മുകളിൽ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് 2 വർഷം മുമ്പ് തന്നെ അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ അകത്ത് തന്നെ നമുക്ക് OPC വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ ബേസിക്കലി കൺവേർഷൻ എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി അല്ല അതിൻ്റെ ഇടയിൽ വെച്ച് വോളണ്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് മീറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ, ക്രോസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് പ്രാക്ടിക്കലി നിങ്ങൾക്കറിയാം അല്ലേ. ഈ ഒരു കമ്പനിക്ക് ചെറിയൊരു സംരംഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഈ കമ്പനി ഇങ്ങനത്തെ ടൈപ്പ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് സാർ കമ്പനി സൈക്കിളിൽ എല്ലാ പ്രൊവിഷൻസും ഇതിന് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. യെസ്, ഇതിന് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ദിർ ആർ മെനി എക്സംഷൻ. അവിടെ ആയിട്ട് കുറച്ച് എക്സംഷൻസ് പറയുന്നത് ഐ ഷുഡ് അപ്രീഷിയേറ്റ്. ഒരു സെക്ഷനിൽ വാട്ട് ആർ ദ എക്സംഷൻസ് എന്നൊക്കെ പറഞ്ഞു പോയാൽ മതി. അതിന് പകരം അതാത് സെക്ഷനിൽ OPCക്ക് ചില ഇളവുകൾ പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 പറയാം. ഒന്ന് 173, സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ്. നിങ്ങൾക്കറിയാം എല്ലാ കമ്പനികളും സാധാരണ 4 ബോർഡ് മീറ്റിംഗാണ് നടത്തേണ്ടത്. എന്നാൽ OPC സംബന്ധിച്ചുള്ള 4 ബോർഡ് മീറ്റിംഗിൻ്റെ ആവശ്യമില്ല. ഒരു വർഷം 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. ഫസ്റ്റ് ഹാഫിൽ ഒരെണ്ണവും സെക്കൻഡ് ഹാഫിൽ ഒരെണ്ണവും. എന്നാൽ ഒരൊറ്റ ഡയറക്ടർ മാത്രമുള്ള OPC ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു മെമ്പർ എപ്പോഴും ഒരാളായിരിക്കണം. ഒരൊറ്റ വ്യക്തിക്ക് ഒരാൾ മാത്രമേ അതിൽ മെമ്പർഷിപ്പ് പാടുള്ളൂ. ഡയറക്ടർഷിപ്പിനെ സംബന്ധിച്ചുള്ള മിനിമം ഒരാളാണെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഡയറക്ടർ 4 പോലെ 2, 3, 4 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികൾ പോലെ കൂട്ടാം. പക്ഷേ ഒരൊറ്റ ഡയറക്ടറെ ഉള്ള കമ്പനിയാണെങ്കിൽ ഒബ്വിയസ്ലി സെക്ഷൻ 173 പ്രകാരമുള്ള ബോർഡ് മീറ്റിംഗ് നടത്തേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, സെക്ഷൻ 173 പ്രകാരം 4 ബോർഡ് നടത്തുന്നതാണ്, 4 ബോർഡ് മീറ്റിംഗ് നടത്തണം. പക്ഷേ OPC സംബന്ധിച്ചോളം ഒന്നിൽ കൂടുതൽ ഡയറക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ബോർഡ് മീറ്റിംഗ് ഒരു വർഷം നടത്തിയാൽ മതി. ഒരൊറ്റ ഡയറക്ടർ ഉള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമേ ഇല്ല. അല്ലേ, ഒരാളല്ലേ ഉള്ളൂ അല്ലേ. നോക്കി ആരോ മീറ്റ് ചെയ്യും, ദർ ഇസ് നോ മീറ്റിംഗ് അല്ലേ, ഒറ്റ ആളുകളുണ്ട്. അപ്പോൾ അതൊരു എക്സംഷനാണ്. പിന്നെ സെക്ഷൻ 96 AGM നടത്തേണ്ട സെക്ഷനാണ് 96 എന്നൊക്കെ എല്ലാവർക്കും അറിയാം. OPCയിൽ ഒരു മെമ്പർ മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു AGM ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ കൺസെപ്റ്റ് വരുന്നില്ല. കാരണം ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് സെക്ഷൻ 96 പ്രകാരം OPC നീഡ് നോട്ട് കണ്ടക്ട് AGM. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അറിയാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, P&L അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് BS. ഈ OPCയെ സംബന്ധിച്ചുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാൻഡേറ്ററി അല്ല, മനസ്സിലായി. അപ്പോൾ അതൊരു എക്സംഷനായിട്ട് വേണമെങ്കിൽ കരുതാം. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിടുന്ന പ്രൊഫഷനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. മിനിമം 2 ഡയറക്ടർ ഒപ്പിടണം. കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിയും കൂടെ ഒപ്പിടണം. അങ്ങനെ 3 പേരാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒപ്പിടേണ്ടത്. OPCയെ സംബന്ധിച്ചുള്ള ഒറ്റ ഡയറക്ടറെ ഉള്ള സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഡയറക്ടർ മാത്രം എന്ത് ചെയ്താൽ മതി. അല്ലാതെ അത് ഒപ്പിടാൻ വേണ്ടി 2ാമതൊരു ഡയറക്ടറിനെ കൂട്ടേണ്ട ആവശ്യമില്ല. OPC's ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി സൈൻഡ് ഓൺലി അല്ലെങ്കിൽ ബൈ ദ സിംഗിൾ ഡയറക്ടർ. ഒരു ഡയറക്ടറെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾ മാത്രം ഒപ്പിട്ടാലും ഇറ്റ് വിൽ ബി ദ കംപ്ലയൻസ് ഓഫ് ലോ. ഇപ്പോൾ കുട്ടികളെ ഒരു കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. CA കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നു, സാർ എവിടെ നിന്നാണ് OPCയിൽ ചോദ്യം വരുന്നത്? ഞാൻ എപ്പോഴും പറയും, ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ സെക്ഷൻ 3 ഇതെല്ലാം ഡീൽ ചെയ്ത് പോകുന്നത്. അതിലെപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരും, OPCന് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് പഠിക്കണം. അതിലേറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ മെമ്പറിനെ കുറിച്ചും ഈ നോമിനിയെക്കുറിച്ചുമാണ്. നോമിനി എന്തെങ്കിലും സംഭവിച്ചു എന്ത് ചെയ്യാം? നോമിനി സംഭവിച്ചു എന്നുണ്ടെങ്കിൽ വേറൊരു നോമിനി നമുക്ക് കൊണ്ടുവരാം, മനസ്സിലായില്ലേ? അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേ ഈ മെമ്പറിനെ കുറിച്ചും നോമിനിയെക്കുറിച്ചുമാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ വരുന്നത്. അല്ലാതെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ് പൊതുവെ കാണാറില്ല, ചോദ്യങ്ങളിൽ കാണാറില്ല. അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കും, സാർ എന്താണ് ഇത് ലോ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പ്രൊവിഷനാണ്, ഇത്രയേ ഉള്ളൂ, മനസ്സിലായി, ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. എന്നാൽ പ്രാക്ടിക്കലി എന്താണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ചുറ്റും നോക്കിയാൽ ഒത്തിരി എൻ്റർപ്രണേഴ്സ് ഉണ്ടല്ലേ. വലിയ സംരംഭങ്ങളല്ലെങ്കിൽ പോലും ചെറിയ 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ടേണോവറുള്ള എത്രയോ സംരംഭങ്ങളുണ്ട്. അങ്ങനത്തെ സംരംഭങ്ങൾക്ക് എൻ്റർപ്രണേഴ്സിന് കമ്പനി ആവാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് OPC. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു ഇൻഡിവിജ്വലായിട്ട് സോൾ പ്രൊപ്പറേറ്ററായിട്ട് തുടരുമ്പോൾ ഉള്ള റിസ്ക് നിങ്ങൾക്ക് അറിയാമല്ലേ. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതോട് ആ സംരംഭം തീരും, കടങ്ങൾ ആര് കൊടുക്കും, അങ്ങനെയൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ സംരംഭങ്ങൾക്ക്, അങ്ങനത്തെ എൻ്റർപ്രണേഴ്സിന് ഈ OPC ആയുള്ള അഡ്വാൻറ്റേജ്, അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കിട്ടും. സ്വാഭാവികമായിട്ടും ലിമിറ്റഡ് ലയബിലിറ്റി പ്രിവിലേജും പെർപ്പസ് സക്സഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അഡ്വാൻറ്റേജസ് ഓഫ് എ കമ്പനി കിട്ടുമ്പോൾ തന്നെ കമ്പനിക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ബാങ്കിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് OPC എന്നുള്ളത്. അതുപോലെ ചെറിയ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് കമ്പനീസ് സംബന്ധിച്ചോളം 100% ഷെയർ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഗവൺമെൻറ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈവറ്റ് കമ്പനി തുടങ്ങി ഒരാളെ പ്രത്യേകം കൊണ്ടുവന്ന് 2 പേരാക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രാക്ടിക്കലി കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ഗവൺമെൻറ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അവർക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു OPC ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ മതി. കാരണം എന്താണ്, 100% ഷെയർ ഒരാളാണല്ലോ, കോൺട്രബിൾ ഗവൺമെൻറ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും എൻ്റെ ഒരു പ്രാക്ടിക്കൽ സജഷനാണ്. ചെറിയ കമ്പനികൾക്കാണെന്നുണ്ടെങ്കിൽ OPC ഗവൺമെൻറ് കമ്പനിയായിട്ട് തുടങ്ങുന്നതിലും നല്ലൊരു ഓപ്ഷനുണ്ട്. ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് മറ്റൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ളത്. കാരണം OPC ആണെങ്കിലും ഇൻകം ടാക്സിനെ സംബന്ധിച്ചുള്ള ബോഡി കോർപ്പറേറ്റ് ആണ്, കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു എൻ്റർപ്രണറിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാവും. കാരണം ഇൻകം ടാക്സ് അസസ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങൾ കമ്പനി അസസ്മെൻറ്റ് പോലെ തന്നെ വരും, ടാക്സ് റേറ്റും അതുപോലെ ആയിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പൊതുവെ പ്രാക്ടിക്കലി ആൾക്കാർ പറയുന്നത്. പിന്നെ കമ്പനിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും പാലിക്കേണ്ടി വരും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ടെക്നിക്കൽ എക്സംഷൻസ് ഉണ്ടെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് മാൻഡറ്ററി ആണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ എന്താ പറയുക നൂലാമലകളും മാൻഡറ്ററി ആണ്. പക്ഷേ
അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി, മറ്റുള്ള എന്താ പറയുക, സ്വന്തം കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടി മേടിക്കാം, പ്രോപ്പർട്ടി, അതുപോലെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കമ്പനിയുടെ പേരിൽ ഡിസ്പ്യൂട്ട് നടത്താം, നിങ്ങൾക്ക് കുഴപ്പമില്ല. മറ്റത് നേരെ മറിച്ച് നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർ ആയിരുന്ന എല്ലാ ബർഡനും നിങ്ങളുടെ തലയിലാവും അല്ലേ. അതാണല്ലോ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ടുഗദർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ദർ ആർ സം ഡിസഡ്വാൻറ്റേജസ്, ദർ ആർ സം നെഗറ്റീവ് ഡീമെറിറ്റ്സ്, യെസ്. ബട്ട് ഇഫ് യു തിങ്ക് ദ ലോങ് ടേം advantage of being a corporate entity, obviously OPC is a good form of organization and it is welcoming. അത് ഒരുപാടെടുത്ത് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു. സെക്ഷൻ 3 കിടക്കുന്നത്. 2:62 ഡെഫിനിഷൻ. പഠിക്കുമ്പോൾ അതിൻ്റെ പ്രിവിലേജസും അതിൻ്റെ യുണീക്നെസ്സും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാൻ. നേരത്തെ പറഞ്ഞ ഒരാളെ പാടുള്ളൂ, ഒരു ഡയറക്ടർ വെച്ച് നടത്താം അല്ലേ. നോമിനി മാൻഡേറ്ററി ആണ്. ഈ രണ്ടുപേരും എന്താണ്, നോമിനിയും മെമ്പറും സിറ്റിസണും റെസിഡൻറ്റും ആയിരിക്കണം ഇന്ത്യയിലെ. പിന്നെ എക്സംഷൻസ് കുറേ പറഞ്ഞു. പിന്നെ നോമിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ നോമിനി നമുക്ക് കൊണ്ടുവരാം. നോമിനിയുടെ കൺസെൻറ്റ് എടുക്കണം എന്നുള്ള മാൻഡേറ്ററി ആണ്. കൺസെൻറ്റ് ഫോം ഫയൽ ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്. എന്തായാലും ഒരു ഒറ്റ വ്യക്തിയാണ്, അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് എന്താ പറയുക അക്യുമനും ബിസിനസ് വിഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളെ കൂടെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സംരംഭം ഒറ്റയാൾ പട്ടാളമായിട്ട് ഒരു കോർപ്പറേറ്റ് ബോഡി നടത്തണമെന്നുണ്ടെങ്കിൽ, കമ്പനി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് 1 person കമ്പനി. ഇത് എൻ്റർപ്രണേഴ്സിനെയും എൻ്റർപ്രണൽ സ്കിൽ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റർപ്രണേഴ്സിന് നല്ലൊരു ബൂസ്റ്റ് കൊടുക്കുന്നത്, എസ്പെഷ്യലി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് OPC എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇതര കമ്പനിയുടെ എല്ലാ അഡ്വാൻറ്റേജസും ഈ കമ്പനിക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ കുട്ടികളെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക, ഞാൻ അതിന് മറുപടി തരാം കേട്ടോ. വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന നന്ദി. ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് അക്കൗണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, CA ഇന്റർ പഠിക്കുന്ന കുട്ടികളും CA ഫൈനൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ICSI കാര്യത്തും ഷെയർ ചെയ്യുക. ലോയുടെ ഒരുപാട് ഒരുപാട് ടോപ്പിക്സ് വീഡിയോസ് ഉണ്ട്. പലരും പല ടോപ്പിക്സ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരിടത്തൊക്കെ മറുപടി പറയുന്നത് വെച്ചാൽ ഓൾറെഡി അതുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യാനിട്ടുണ്ട്. നിങ്ങൾ ബിലു ബാലകൃഷ്ണൻ അടിച്ച് സെർച്ച് ചെയ്യുന്ന ആ ടോപ്പിക് ഉണ്ട്. പ്രോസ്പെക്ടസ്, ഷെയർ, ചാർജ്, എനിക്ക് തോന്നുന്നു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, ജനറൽ പ്രോസസ് ആക്ട്, ഇൻകോർപ്പറേഷൻ, ഡിവിഡൻഡ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ഒരുപാട് എല്ലാ ഏരിയയും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തൊരു ഈ വരുന്ന എക്സാമിന് വേണ്ടിയുള്ളൊരു ക്രാഷ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 3-4 സെഷനായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, മറ്റൊരു വിഷയവും മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നിർത്തേണേ. ശരി, താങ്ക് യു.